سورة الكافرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ കാഫിറൂൻ. കാഫിർ എന്ന വാക്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇതിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. എല്ലാ ആയത്തുകൾക്കും ആ നാട്ടിലെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ ഇതിൽ ഈ സൂറത്തിന് ഒരു കഥയുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ മുശ്രിക്കുകൾ അഥവാ മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ചയിൽ വളരെ നിരാശരായൊരു സന്ദർഭം ഉണ്ടായി. എങ്ങനെയൊക്കെ ഈ പ്രകാശം, ഈ ലൈറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രബോധനത്തെ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ആളുകൾ വന്നു ചേരുന്നതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ, അതെല്ലാം അമ്പേ പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് സംഭവിച്ചത്. എങ്ങനെയൊക്കെ ഇതിനെ തകർക്കാന്നൊക്കെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മക്കയിലെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, സ്വാധീനം കൂടിക്കൊണ്ടിരിക്കുന്നു, അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു. പിന്നെ ആളുകൾ കൂട്ടം കൂട്ടമായി മക്കയിൽ പിന്നെ പ്രതിഷ്ഠക്ക് വേണ്ടിയൊക്കെ വരുന്ന ആളുകൾ, അല്ലെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളൊക്കെ ചോദിക്കുന്നൊക്കെ മുഹമ്മദ്, അതിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആളുകൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മാറി ചിന്തിക്കുന്നത്. ഒരു യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളത് ബിസിനസ്സാണ്. മക്ക എന്ന് പറയുന്ന ബിസിനസ് സെൻറ്റർ. അവർക്ക് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കച്ചവട മാർഗമായിരുന്നു അവർക്ക് മക്ക. ശരിക്കും മക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മക്കയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു മരുപ്പറമ്പായിരുന്നു, ഒരു മരുഭൂമി. അവരെ ഈ കഅബ ഷരീഫിൻ്റെ പുനരുദ്ധാന പ്രവർത്തനം, ഇബ്രാഹിം അലൈഹി സ്വലാമാണ് അതിൻ്റെ നേരത്തെ അവിടെ തറയുണ്ടായിരുന്നു, കഅബ മുമ്പേ ഉണ്ടായിരുന്നു, അത് ഉയർത്തിയെന്നാണ്. റഫ എന്നുള്ള വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത്. അപ്പം മുമ്പേ ഉണ്ടായിരുന്ന കഅബാലയം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം തന്നെ പണിതുയർത്തിയതാവട്ടെ, അങ്ങനെയും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ വരുന്നു. ആ കഅബ ഷരീഫ് ഉള്ളത് കൊണ്ടാണല്ലോ ആളുകൾ അങ്ങോട്ട് വരുന്നത്. കഅബയാണല്ലോ പ്രധാന കേന്ദ്രം. അപ്പോൾ കഅബയുടെ നാഥനോട്, ബൈത്തുള്ള എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് ആരാധനകൾ അർപ്പിക്കേണ്ടതിന് പകരം കഅബയെ ആരാധിക്കുകയും കഅബക്കുള്ളിൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയും മക്കയുടെ കഅബയുടെ ചുറ്റും ഒരുപാട് ഓരോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു, അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള ഒരു ഇടപാട് കേന്ദ്രമായിരുന്നു. അങ്ങനെ മക്ക വളർന്നു. അപ്പം യാത്രക്കാർ പല പല സംഘങ്ങളായി പല നാടുകളിൽ നിന്നായിട്ട് പിന്നെ വന്നുകൊണ്ടിരുന്നു. ആ വരുന്നവരൊക്കെ ആ നാട് മെച്ചപ്പെടില്ല. ഒരു ബിസിനസ് സിറ്റി ആയിട്ട് വളരുന്നതിൻ്റെ പിന്നിൽ അടിസ്ഥാന കേന്ദ്രം ഇതാണ്. പക്ഷെ അവരൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നെങ്കിലും ആ വിശ്വാസം അവരുടെ ആരാധനകളിലേക്കും, ഇപ്പോൾ ലാത്ത, ഉസ്സ, മനാത്ത, അവിടുത്തെ ദൈവങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവർക്കും കഅബ പ്രിയപ്പെട്ടതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ക്രൈസ്തവ ലോകത്തിനും കഅബ ആ സമയത്ത് പ്രിയപ്പെട്ടതാണ്. ക്രിസ്ത്യാനികളും അവിടെ വരാറ്, മുസ്ലിങ്ങൾ മാത്രമല്ല. മുസ്ലിങ്ങൾ പിന്നീടാണ്, ഈ മുസ്ലിം എന്നുള്ള ടേം പിന്നെ വരുന്നത്. അതുപോലെ ജൂതന്മാരും വരും. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കഅബ എന്ന അർത്ഥത്തിൽ ജൂതന്മാരും ഒക്കെ, ജൂതന്മാർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനി, ഇവരെ വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവരൊക്കെ വിഗ്രഹാരാധകരായിരുന്നു. എന്നാൽ ക്രൈസ്തവ ലോകത്തുള്ളവർ ക്രിസ്ത്യാനികളെ അപേക്ഷിച്ച് നോക്കിയാൽ അവര് ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവര് വിഗ്രഹാരാധകരായിരുന്നില്ല. ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ തമ്മിൽ ഭേദം ക്രിസ്ത്യാനികളായിരുന്നു ആ നാട്ടിൽ. അതായിരുന്നു ആ ഒരു നാട്ടിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജൂതന്മാരാവട്ടെ അതുപോലെ തന്നെ വിഗ്രഹാരാധകർ കുറവായിരുന്നു, ജൂതന്മാരിലും ക്രിസ്ത്യാനികളും. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെക്കാൾ പിന്നെ നല്ലവർ ക്രൈസ്തവരും ജൂതന്മാരും പിന്നെ മറ്റ് പലരും. ഇത് പിന്നെ അതിൻ്റെ മുമ്പ് പിന്നെ ഈ ഈ ക്രൈസ്തവ ലോകത്തോടൊന്നും താല്പര്യമില്ലാത്ത, അല്ലെ ജൂതന്മാരോടും താല്പര്യമില്ലാതെ ഒന്നും അറിയാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. സത്യം തേടിയുള്ള യാത്ര പോകുന്ന, അല്ലെ സത്യം അന്വേഷിച്ച് നടക്കുന്ന അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അവിടെ. അവരൊന്നും അറബികളുണ്ട്, അറബികല്ല, അനറബികളുണ്ട്,
പിന്നെ പറഞ്ഞ പോലെ ഹിബ്രു സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ പിന്നെ അരാമിക് ഭാഷ അല്ല അത് സംസാരിക്കാൻ, അങ്ങനെ അറബികളല്ലാത്ത ആളുകളും ഉണ്ട്. ഇവരൊക്കെ അവർക്കൊക്കെ അറിയാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അറിയാം. ഖുറാനൊക്കെ വരുന്നതിന്റെ മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഗ്രഹ ആരാധന എന്നുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഒരു കുത്തകയായിട്ട് ഏറ്റെടുത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. മുസ്ലിങ്ങളല്ല, അറബികൾ, ഖുറൈശികൾ വിഗ്രഹങ്ങളെ മറ്റു പല നാടുകളിൽ നിന്ന് കൊണ്ടുവരിക, ആഘോഷപൂർവ്വം കൊണ്ടുവരിക. അതൊരു ഒരു സീസൺ പോലെ, ഒരു വലിയ മാത്രമല്ല അറബികൾക്ക് ഖുറൈശികൾ, പ്രത്യേകിച്ച് ഖുറൈശികളാണ് അറിയപ്പെട്ടിരുന്നത്. ഖുറൈശികൾ കഅബയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവരായതുകൊണ്ട് തന്നെ അവർ അറിയപ്പെട്ട ഒരു ലോകാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അയൽ നാടുകളിലും ഗോത്രങ്ങളിലൊക്കെ ഖുറൈശിയാണോ, അതായത് ഇപ്പോൾ പകൽ കൊള്ള നടക്കുന്ന നാടാണ്. പകൽ കൊള്ള എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് ഒരാൾ പോവുകയാണെങ്കിൽ സംഘം ചേർന്ന് കൊള്ളക്കാരെ ആക്രമിച്ചിട്ട് എടുത്തു കൊണ്ടുപോകുന്ന ഒരു കൾച്ചറാണ്. ആ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതാണ് മക്ക. പക്ഷേ ഈ മക്കയുടെ ഉള്ളിൽ അങ്ങനെയുള്ളതൊന്നും നടക്കാറില്ല. മക്ക ഒരു പുണ്യസ്ഥലാണ്. മരുഭൂമിയിലൊക്കെ അടിപിടിയൊക്കെ നടക്കും. മക്കയുടെ ആ ഒരു കഅബ ഷെരീഫിന്റെ ചുറ്റുവട്ടത്തൊന്നും, അതൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പാരമ്പര്യവും ഈസാ അലൈഹി സ്വലാമിന്റെ ചരിത്രവും ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അധികം കാലം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലവും പിന്നെ ഈസാ അലൈഹി സ്വലാമിന്റെ കാലവും ഒക്കെ കഴിഞ്ഞ് കുറച്ച് അല്പം നൂറ്റാണ്ടുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ബാപ്പന്റെ ബാപ്പന്റെ ബാപ്പക്കൊക്കെ അറിയാം, ആ ബാപ്പന്റെ 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 ബാപ്പയുടെ കാലത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാം ഉണ്ടായത് എന്നൊക്കെ പറയുന്ന, അല്ലെ ഇബ്രാഹിം അലൈഹി സ്വലാം കാബ ഉണ്ടാക്കിയെന്നൊക്കെ ഇവർക്ക് ചരിത്രം പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലാണ് അവരുടെ ജീവിതം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഈ വിഗ്രഹ പൂജയും വിഗ്രഹത്തെക്കാൾ അവര് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അതായത് തേടുന്നത് വിഗ്രഹങ്ങളെ ആയിരുന്നില്ല. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചടങ്ങുകളൊക്കെ നടത്തുകയും ചെയ്യാന്നല്ലാതെ അവർ ആരാധിച്ചിരുന്നത് ആ മക്കയിലെ, പിന്നെ അവര് വിളിക്കും ഇപ്പം ഭൂവൽ ദേവൻ, അതായത് ആ നാട്ടിൽ ഒരു 2-3 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച നല്ലവരായ മനുഷ്യരുടെ ഖബർ ഉണ്ടായിരുന്നു. നല്ല മനുഷ്യന്മാർ, അതായത് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ച മനുഷ്യന്മാർ, അവരെ ദൈവങ്ങളായി പർവ്വതീകരിച്ച് അവർക്ക് ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ബിംബങ്ങളിലായിരുന്നു ആരാധന നടത്തിയിരുന്നത്. അത് തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലും ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഉപ്പയും ആ പണി ചെയ്തിരുന്നു. അതായത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും മരിച്ചുപോയ വലിയ പുണ്യാത്മാക്കളുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയും അങ്ങനെ അതായത് റിയൽ ഗോഡ്, ഫേക്ക് ഗോഡ്, ക്രിയേറ്റർ, ക്രിയേഷൻ, ഇതാണ് അടിസ്ഥാന വിഷയം. ഇതാണല്ലോ തൗഹീദ്. ക്രിയേറ്ററായിട്ടുള്ള, സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ക്രിയേഷൻ, ദൈവത്തിന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കാനായിരുന്നു താല്പര്യം. അതിന് കുറേ ഘടകങ്ങളുണ്ട്. അങ്ങനെ ഒരു വിഗ്രഹാരാധനയിലേക്ക് വരാനുള്ള കുറേ ഘടകങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഘടകം സാമ്പത്തികവും തന്നെയാണ്, ഭൗതിക താല്പര്യങ്ങളാണ്. അപ്പം അതിപ്പോൾ ഇല്ലാത്ത ഇൻവിസിബിളായ ഒരു ദൈവത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും സാധാരണക്കാർക്ക് ഇതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ രൂപത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് ആകൃഷ്ടരാകാനുള്ള ആ ഒരു ടെൻഡൻസിയും അതോടൊപ്പം ഇബ്ലീസിന്റെ പൈശാചിക ഇടപെടലുമാണ് തൗഹീദിന്റെ മണ്ണിനെ, ഇബ്രാഹിം അലൈഹി സ്വലാം ഇത്രയും ത്യാഗം സഹിച്ച ഇബ്രാഹിം അലൈഹി സ്വലാം സൃഷ്ടിച്ചെടുത്ത തൗഹീദിന്റെ ആ ഒരു വെളിച്ചത്തിൽ നിന്ന് വളരെ വൈകാതെ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ വഫാത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ടും ഇബ്ലീസ് പിശാച് ഇടപെടുകയും ആ നാട്ടിൽ ഷിർക്ക്, ഏതൊരു തൗഹീദ് പറയാനാണോ കഅബ ഷെരീഫ് ഉണ്ടാക്കിയത് ആ കഅബയിൽ തന്നെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോൾ അവിടെയാണല്ലോ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ക്ലീൻ ആക്കാനുള്ളത്. അതിനാണല്ലോ അള്ളാഹു അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. എന്നാൽ സംഭവിക്കുന്നത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യാവശ്യം, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു, അത്യാവശ്യം നാട്ടിൽ ഏറ്റവും നല്ല കുടുംബത്തിൽ, ഖുറൈശ് കുടുംബത്തിൽ തന്നെ, അതും അബ്ദുൽ മുത്തലിബിന്റെ 10 മക്കളിൽ അബ്ദുള്ളാന്റെ മോനായിട്ട് ജന്മം കൊണ്ടു. മാത്രമല്ല അത്യാവശ്യം നാട്ടിൽ 40 വയസ്സായിട്ടുണ്ട്. നബി 40 വയസ്സിന് ശേഷമാണ്, 40-ാം വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട്ടിൽ ഖദീജ ബീവിയുടെ ഭർത്താവ് എന്നതിലപ്പുറം, അബ്ദുള്ളാന്റെ മകൻ എന്നതിലപ്പുറം, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബ പരമ്പര എന്നൊരു ജ്യേഷ്ഠന്മാരായ ഹംസ റളിയല്ലാഹു അൻഹു അടക്കം, അബൂലഹബ് അടക്കം, ഇവരൊക്കെ ഉള്ള ഒരു ശക്തമായ കുടുംബത്തിൽ അംഗം എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു അടിമയെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നബി സ്ട്രോങ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി കുടുംബം അവിടെ ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി എന്ന് പറഞ്ഞ രീതിയിലാണ്
ഗോത്രവർഗ്ഗങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ഒരാൾ ഹാഷിം കുടുംബത്തെ തൊട്ടാൽ ഖുറൈശ് മൊത്തം ഇളകി വരും. അതറിയാം. ഒരാൾക്ക് ഒന്ന് മുഖത്തേക്ക് ചീത്ത പറയാൻ പോലും ഭയമാണ് മറ്റൊരു അത് കാരണം അത് അവിടുത്തെ യുദ്ധ പാരമ്പര്യം അങ്ങനെയാണ്. ഒരാളെ തൊട്ടാൽ ഒന്നിച്ച ഇളകി വരും. അതാണ് ചരിത്രം. അപ്പോൾ ഈ സന്ദർഭം അതിലൊരു സന്ദർഭം കൂടെ പറയാം. വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. ഒരിക്കൽ ഈ പരസ്യ പ്രബോധനത്തിന്റെ സന്ദർഭത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട്, പ്രത്യേകിച്ച് അടിസ്ഥാന ജനത, പാവപ്പെട്ട ആളുകൾ, ഈ ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണിമാരടങ്ങുന്ന ഒരു ഗോത്രം, അതൊന്നും ഒന്ന് രണ്ടാളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്, 1 2 3. അപ്പം മൂന്നാമത്തവൻ ഇതിൻ്റെ ആളായിട്ട് നാളെ പ്രസംഗിച്ച് അല്ലെങ്കിൽ ഇവരുടെ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞ് നമുക്ക് മുഹമ്മദിനെ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം, മുഹമ്മദ് ഇനി വളരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആൾ പിറ്റേത്തെ മീറ്റിങ്ങിൽ വരുമ്പോഴത്തേക്ക് മീറ്റിങ്ങിൽ ആളെ കാണില്ല. എവിടെ? അവനും മുഹമ്മദിൻ്റെ കൂടെ കൂടി. ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി മക്ക ഉമറിന് ആ ആ ഒരു വാക്ക് തന്നെയാണ്, ഉമറിന് മുമ്പുള്ള മക്കയായിരിക്കില്ല ഉമറിൻ്റെ ശേഷമുള്ള മക്ക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമർ റളിയല്ലാഹുവിനൊക്കെ എത്രമാത്രം സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇസ്ലാമിലേക്ക് വളരെ ആവേശോജ്വലമായ ചരിത്രമാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരിക്കുന്ന, വാളെടുത്ത് പോകുന്നു, മുഹമ്മദിൻ്റെ കഥന്ന് തീർക്കുന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണ്. അത് നേരെ ചെന്ന് അവസാനിക്കുന്ന എവിടെയാ? അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോഴത്തേക്ക് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. മോളെ വീട്ടിലേക്കാണ് പോകുന്നത്. വഴിയിൽ വെച്ചിട്ട് ഇതൊക്കെ ചരിത്രമാണ്. എന്തുമാത്രം രസകരം. ഇൻഷാ അല്ലാ നമുക്കൊന്ന് കാണണ്ടേ? ഞാൻ ഇടയ്ക്ക് ചോദിച്ചു പോകുന്ന കാര്യം, ഈ സ്വഹാബത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇവരൊക്കെ നമുക്ക് കാണണ്ടേ? ഇൻഷാ അല്ലാ ഉമറിനൊക്കെ ഒന്ന് കാണണ്ടേ? ഇൻഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണണം, പക്ഷേ ഉമറിനൊക്കെ ഒന്ന് കാണണ്ടേ നമുക്ക്? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോവാണ്. ആ ഒരു രൂപത്തെ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചു. നമുക്ക് രൂപമൊന്നും ഏതായാലും കാണാനൊന്നും ഇപ്പം പറ്റില്ല, നമുക്കൊരു ഫോട്ടോ പോലും അവൈലബിൾ അല്ല ലോകത്ത്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ രൂപത്തെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ. ഉഖാദ ചന്തയിലെ ഏറ്റവും നല്ല ഫൈറ്റർ, എതിരാളികൾ നിൽക്കൂല എന്നാണ്. അത്രക്കും ഉമർ എഴുന്നേറ്റ് നിന്ന് തടയാൻ ഒരാളില്ലാത്ത വിധം ആരോഗ്യമുള്ള ആ പവർഫുൾ പേഴ്സൺ, ആ മനുഷ്യനിങ്ങനെ ആൾക്കാരെ. ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആദിലായിരുന്നു ഉമർ റളിയല്ലാഹുവിന് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷമൊന്നും ഉണ്ടായിരുന്നില്ല, നബിയോടോ അല്ലെങ്കിൽ പിന്നെ വേറൊന്നിനോട്. ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മക്ക മൊത്തം സ്പ്ലിറ്റാക്കി. അതാണ് നബിക്കെതിരെ ഉമർ റളിയല്ലാഹു തിരിയുന്നത്. അതായത് മക്കള് നബിയുടെ ഒപ്പം കൂടെ, ബാപ്പക്ക് വേറെ അഭിപ്രായം. ചിലർ പറയാം അള്ളാഹുവിനെ ആരാധിക്കണം, ചിലർ പറയാൻ പറ്റും ഞങ്ങൾ അങ്ങനൊന്നും, നമ്മളൊക്കെ ഒരുമിച്ച് ഈ നാട്ടിൽ സർവ് ചെയ്തിട്ട്, ഈ ഖുറൈശി എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുന്ന, മക്കയിൽ വരുന്ന അതിഥികളൊക്കെ സ്വീകരിച്ച് നമ്മൾ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഇവിടെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇത് മൊത്തം സ്പ്ലിറ്റ് ആക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു ഇടങ്ങേറുണ്ടാക്കുന്ന ഒരാളാണല്ലോ മുഹമ്മദ് എന്ന രീതിയിലാണ് ദേഷ്യം കയറുന്നത്. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക വാളുമായിട്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാളൂരിയ വെട്ടിയിരിക്കും. അന്ന് ഈ പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും ഇല്ല അവിടെ. അപ്പം വെട്ടിയ ചോദിക്കാൻ, ഉമറിനോട് ചോദ്യം ചോദിക്കാൻ ഒരാൾ വരൂല്ല. വെട്ടിയ തന്നെ, കിട്ടിയ ജീവൻ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ വാളൂരി പോകുന്ന കണ്ടപ്പോൾ വഴിയിൽ വെച്ച് ഒരാൾ കളിയാക്കി കൊണ്ട് വെച്ചു, ആ മുഹമ്മദിനെ വെട്ടാൻ പോകണ അവിടെ നിൽക്കട്ടെ, നാളത്തുമില്ല, ആദ്യം സ്വന്തം പിന്നെ പെങ്ങളെ നന്നാക്കാൻ നോക്കും. അപ്പോൾ സ്വന്തം വീട്ടിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച കാര്യം അറിഞ്ഞോടുകൂടി രക്തം ഫാത്തിമേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ പിന്നെ വലിയൊരു എന്താ പറയുക, അതുവരെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ടാർഗറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ ആ ഒരു സമയത്ത് ഈ മനുഷ്യന്റെ വാക്കോട്, സ്വന്തം പുരക്കാരെ നന്നാക്കിയിട്ട് പോരെ ബാക്കിയുള്ളവരെ നന്നാക്കാൻ എന്ന ചോദ്യത്തോടു കൂടി ഉമർ റളിയല്ലാഹു അൻഹു ആടൊന്ന് സ്റ്റക്ക് ആവുകയാണ്.
അപ്പോൾ മോള് മോളെ മോളല്ല, മകളല്ല, സിസ്റ്ററാണ്, പെങ്ങളാണ്. തൻ്റെ മകൾ അവിടെ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇരട്ടിയായി, ദേഷ്യം ഇരട്ടിയായി. കാരണം അതൊരു പ്രയോഗമാണല്ലോ. പുരക്കാരെ നന്നാക്കാതെ എന്തിനാ ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കുന്നത് എന്നൊരു പ്രയോഗമുണ്ട് നാട്ടിൽ. നമ്മളെ ആളുകളൊക്കെ ഈ ദീനീ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണത്. എല്ലാവരും നന്നാക്കുള്ള ഉത്തരവാദിത്വം നമുക്കില്ല, ഹിദായത്ത് അള്ളാഹ് കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു മറുവശമാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് വല്ലാത്ത ദേഷ്യം. അപ്പോൾ യാത്ര നേരെ തിരിച്ച് ഇങ്ങോട്ട് പോയി, തിരിച്ച് ഇങ്ങോട്ട് പോയി. അപ്പം വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ത്വാഹ എന്ന ആയത്ത്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല എന്ന് മനോഹരമായ ആ ആയത്ത് ഇങ്ങനെ കേൾക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പാറ പോലെ ഉറച്ചിരിക്കുന്ന, അല്ലെ ആ ദേഷ്യമൊക്കെ ഇങ്ങനെ മെല്ലെ ദേഷ്യം തീർന്നിട്ടില്ല, പക്ഷെ മനസ്സ് പെട്ടെന്ന് ചിന്തയിലേക്ക് വരികയാണ്. ആ ആയത്തുകൾ എന്തോ അർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിച്ചു. അപ്പോൾ റൂം തുറക്കാൻ ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ റൂം തുറന്ന ഉടനെ ഏർ, പിന്നെ ഭർത്താവും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അപ്പം ഭർത്താവിനോടും ഒക്കെ വളരെ ദേഷ്യത്തോടു കൂടി സംസാരിച്ചു. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോ, നിങ്ങൾ മുഹമ്മദിന്റെ മാർഗത്തിൽ ചേർന്നോ, എന്താണ് ഇവിടെ വായിച്ചുകൊണ്ടിരുന്നത്, എന്താന്ന് വായിച്ചുകൊണ്ടിരുന്നത് ചോദിച്ചില്ല. അവിടുന്ന് ഫൈറ്റാണ്, അടിയാണ്. അതായത് ശക്തി. അപ്പം ഈ ഫാത്തിമയുടെ ഭർത്താവിനോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വെട്ടും കുത്തുന്നല്ല, കൈ കൊണ്ടുള്ളൊരു പിടിച്ചുവലിയോ എന്തെന്നാണ്. അത് നടക്കുമ്പോഴാണ് പിന്നെ ഫാത്തിമ ബീവി വന്നിട്ട്, ഫാത്തിമ പിന്നെ ഉമറിന്റെ പെങ്ങള് വന്നിട്ട് ഇത് തടയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഒരടി കിട്ടി. ഫാത്തിമക്ക് അടി കിട്ടിയ ചുണ്ട് ഒന്ന് പൊട്ടി ചോര വന്നു. ഈ ചോര വരുന്ന കണ്ടപ്പോൾ ഉമറിന്റെ മനസ്സൊന്ന്, അല്ലെങ്കിൽ പെങ്ങളാണല്ലോ, രക്തല്ലേ. അപ്പൊ ഞാനടിച്ച് ചോര വന്നപ്പോ ഉമർ അവിടെ നീതിയാണ്, എല്ലാത്തിലും നീതി കാണുന്ന വ്യക്തിയാണ് ഉമർ അല്ലല്ലോ. അപ്പൊ ഉമറിന് ഒരു കുറ്റബോധം ഉണ്ട്. കുറ്റബോധത്തോടു കൂടി അതെവിടെ ഒന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ അതൊന്ന് വായിക്കുകയാണ്. ആ വചനങ്ങൾ, ഖുർആന്റെ വചനങ്ങൾ കേൾക്കുകയാണ്. അപ്പം അതോടുകൂടി തന്നെ ഒരു 50% ദേഷ്യവും പോയി, ചിന്തയായി. സത്യം സ്വീകരിക്കാനുള്ള പിന്നെയുള്ള അങ്ങോട്ട് പിന്നെ പോണത് നബിയെ കൊല്ലാനല്ല, പിന്നെ പോണ നബിയെ തലയെടുക്കാമെന്ന ആള് തല കൊടുക്കാമെന്ന ഒരു പ്രയോഗം പറയില്ല, തലയെടുക്കാനാണ് പോണത്. നബിയുടെ തലയെടുക്കുക എന്നുള്ള നഅൂദുബില്ല അമറുല്ലാഹു പോകുന്ന ആ വഴി, ആ യാത്രയിൽ വെച്ച് തന്നെ മനസ്സിങ്ങനെ, അള്ളയാണ് കൽബ് മാറ്റുന്നത്. അപ്പം മനസ്സ് മാറുകയാണ് ഹിദായത്തിലേക്ക് ഉമർ. കാരണം ഉമറിന് ഒരിക്കലും ഈ ഷിർക്കിലും, ഉമർ യഥാർത്ഥത്തിൽ ഈ മുശ്രിക്കായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഉമറിന് എപ്പോഴും നീതിയാണ്. അപ്പോൾ ഒട്ടകങ്ങളുടെ വിഷയം, ഒട്ടകത്തിനെ വളർത്തുകയും അല്ലെങ്കിൽ ആടിനെ വളർത്താൻ വേണ്ടിയിട്ട് മരുഭൂമിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതിനൊക്കെ നീതിയായിരിക്കും. ഓരോ ഒട്ടകത്തിനോടൊക്കെ അത് അത് നല്ല ക്ഷമയും അതോടൊപ്പം നീതിയും നടപ്പാക്കുക എന്നുള്ളതാണ് പല സന്ദർഭത്തിലും ഉമറിന്റെ ജീവിതം അങ്ങനെയാണ് റളിയല്ലാഹു അൻഹു. ഉമറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, മക്കയെ സ്പ്ലിറ്റ് ആക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അള്ളാഹു ആരാധിക്കേണ്ട അതൊന്നല്ല ഉമറിനെ ബാധിക്കും. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ആയത്തുകൾ ഉമറിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. അങ്ങനെ നേരെ ചെല്ല്. അപ്പൊ ആ വീട്ടിലേക്ക് കയറുന്നു, നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെടുക്കും ഉമർ റളിയല്ലാഹു കയറുമ്പോഴുള്ള ഒരു സീനും കൂടെ ഉണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. എന്നിട്ട് പറയാണ്, അപ്പം വാതിലിന്റെ പഴുതിലൂടെ ഒരു സഹാബി നോക്കുന്നുണ്ട്. ഉമറാണ് വരുന്നത്, കയ്യിൽ വാളും ഉണ്ടാവും, വാളും ഒക്കെ ആയിട്ട് തന്നെ പോകുന്നത്. ആ പോക്ക് വാളൊന്നും ഉറയിലിട്ടിട്ടൊന്നുമില്ല, ആ വരവ് വരെ തന്നെയാണ്. എവിടെ ഇരുന്നിട്ടൊന്നുമില്ല, നേരെ വരവാണ്. വാളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓ, വാളെടുത്തിട്ടുണ്ടോ? അപ്പോൾ വാളെടുത്തിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ തന്നെയാണ്. അപ്പൊ ഹംസ റളിയല്ലാഹു പറയുന്നുണ്ട്, നല്ല ഉദ്ദേശത്തിലാണ് ആ വരവെങ്കിൽ ഉമറിന് നല്ലത്, അല്ലെങ്കിൽ അവന്റെ കഥ ഞാൻ ഇപ്പൊ തീർക്കും, വാതില് തുറക്കുന്നു. എന്നിട്ട് തുറന്ന പാടെ കോളറ പിടിക്കുന്നത്, ഷർട്ട് കുപ്പായം പിടിച്ചിട്ട്, അതായത് ആ കമ്മീസ് പിടിച്ചിങ്ങോട്ട് മാറ്റിക്കിട്ട് നിർത്തുകയാണ്. എന്താണ് ഉമർ ഉദ്ദേശം? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എൻട്രി ആണ്. അപ്പൊ പറയുന്നുണ്ട്, സഹോദരൻ ഇങ്ങോട്ട് വിട്ടേക്കൂ എന്ന് പറയാം. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന, ഞാൻ മുഹമ്മദിനെ അള്ളാഹുവിന്റെ പ്രവാചകനായി ഞാനും അംഗീകരിക്കുന്നു. അവിടെ ഈ കോളറ പിടിച്ച അതേ ഹംസ പിന്നെ ഹഗ് ചെയ്യാണ്, കെട്ടിപ്പിടിക്കുകയാണ്, നബിയെ കെട്ടിപ്പിടിക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ അവിടെയുള്ള സ്വഹാബത്തെ കാലിങ്ങനെ ചെയ്യുന്നു. കാരണം ഉമറിന് ശേഷമുള്ള മക്ക എന്ന് പറഞ്ഞ കാരണം ഹംസ റളിയല്ലാഹു ഓൾറെഡി വന്നു. ഹംസ റളിയല്ലാഹു അൻഹു വന്ന ചരിത്രം ഇതേപോലെ സമാനാണ്. ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാല് നമ്മളങ്ങനെ പറയാൻ പറ്റൂല.
പക്ഷേ ഇത് പറയാതിരിക്കാൻ, ഇതൊന്നും പറയാതെ നമുക്ക് ഈ ഒരു സൂറത്തിന്റെ സാഹചര്യത്തിലേക്ക് നമുക്ക് എത്താനും പറ്റൂല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നബിയുടെ വാപ്പാന്റെ ജ്യേഷ്ഠനാണ്. ഹംസ റളിയല്ലാഹുവിന് വലിയ സ്നേഹമായിരുന്നു നബിനോട്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ എൻ്റെ മരിച്ചുപോയ അനുജന്റെ മോനാണ്. നിങ്ങൾ ആലോചിച്ചു, എന്തുമാത്രം സ്നേഹമാണ് മനുഷ്യന്റെ മനസ്സിൽ. എൻ്റെ മരിച്ചുപോയ അനുജന്റെ മോനാണ്. അതുകൊണ്ട് ഇപ്പൊ അവിടെ മക്കയിൽ നടക്കുന്ന ഈ പിന്നെ ആരാധനകളോ ബിംബപ്രതിഷ്ഠയെ അല്ല ഇതൊന്നും ഹംസർ റളിയല്ലാഹുവിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാല് പിന്നെ വേട്ട, വാളും ഒക്കെ എടുത്ത് കുന്തും വാളും വില്ലും ഒക്കെ എടുത്തിട്ട് കുതിരപ്പുറത്ത് പോവുക, ഒരു ഭയങ്കര പോക്കാ പോവുക. എന്നിട്ട് എന്തെങ്കിലും വേട്ടയാടുക, മാനോ എന്തെല്ലാം എന്താ കിട്ടുന്നത് അതിനെ വേട്ടയാടി പിടിക്കുക. അതിൽ സിംഹം വരികയാണെങ്കിൽ ഇപ്പം ഈ മരുഭൂമി ഡെസേർട്ടിൽ സിംഹങ്ങളുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ സിംഹം വരികയാണെങ്കിൽ സിംഹത്തിനെയും വേട്ടയാടും. അപ്പോൾ ചില സന്ദർഭത്തിൽ മക്കയിലേക്ക് ഈ സിംഹത്തിനെ വേട്ടയാടിയിട്ട് തലയും അതിൻ്റെ തോലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ ഒരു സിംഹം എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോ ഉള്ളതാണ്. ഒരു 100 കിലോ ഉള്ള നമ്മൾ പണ്ടൊക്കെ അന്നത്തെ അവർക്ക് നല്ല കരുത്തുകളുണ്ടായിരുന്നു, നല്ല ആരോഗ്യവും. ഏത് പ്രതിസന്ധി മരുഭൂമിയിലെ കടും ചൂടിനൊക്കെ വെല്ലുന്ന അത്രയും നല്ല ശരീരമുള്ള ഒരു വ്യക്തി കൂടിയാണ് ആര്, ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആ വരവ് വരികയാണ്. വേട്ട കഴിഞ്ഞിട്ട് ഇങ്ങനെ മക്കയിലേക്ക് വരുമ്പോൾ നടക്കുന്നത്, മക്കയുടെ മുമ്പിൽ പരസ്യ പ്രബോധനത്തിന്റെ സമയത്ത് വലിയ അടി നടക്കുക, ഒരു അടിപിടി. കാരണം അവിടെ അബൂജഹലുണ്ട്, പിന്നെ വലിയ പ്രമാണിമാരൊക്കെ ഉണ്ട്. എന്നിട്ട് അവര് കഅബന്റെ മുമ്പിൽ വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്തത് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവരാകെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു ഉന്തും തള്ളും. മാത്രമല്ല പാവങ്ങൾ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അവിടെ. മാത്രമല്ല അവിടെ ബിലാൽ റളിയല്ലാഹുവിനും അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾക്ക് നന്നായിട്ട് അടി കിട്ടുന്നുണ്ട്. അപ്പം ഇവർ വല്ലാതെ അവിടെ വെച്ചിനെ തീർത്ത് കളയാന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് അവിടെ നടക്കുമ്പോഴാണ് രാജാവ് അഥവാ ഹംസ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കക്ഷി കടന്നു വരുന്നത്. അപ്പം ഹംസ റളിയല്ലാഹു വരുമ്പോൾ കാണുന്നത് എന്താണ്, നബിയെ കൈവെക്കുന്നത്, എൻ്റെ അനുജന്റെ മോനെ കൈവെക്കുന്നത്. അവിടെ പറഞ്ഞല്ലോ, നമ്മളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കല് തീക്കല് സൂക്ഷിച്ചോ എന്നുള്ള ഒരു സ്വഭാവമാണ് ഈ ഗോത്രവർഗ്ഗങ്ങൾക്കൊക്കെ. പ്രത്യേകിച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലൊന്നും നേരിട്ട് ഒരുത്തൻ തല്ലാൻ വരില്ല. ആരോ പറയാറുണ്ട്, എന്താ ബുദ്ധിയുള്ള ഒരു പ്രയോഗം തന്നെ ഉണ്ട്, ബുദ്ധിയുള്ള ഒരുത്തനും പോയിട്ട് മുട്ടാൻ പോവില്ല. അങ്ങനെയാണ് അവസ്ഥ. അപ്പോ ഈ ഹംസ വരുമ്പോ ഒരാൾ ആരോ വിളിച്ചു, ഹംസ 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 എന്ന് കേട്ടോട് എല്ലാവരും സൈലന്റ് ആയി. ഫൈറ്റ് ഉണ്ടാക്കിയവരൊക്കെ എന്തായി, ഒക്കെ അടങ്ങി. അപ്പൊ ആ വരവ് വല്ലാത്തൊരു, ആ വരവിനും ഒരു ഗാംഭീര്യമുണ്ട്. വന്നിട്ട് കുതിരപ്പുറത്ത് നിന്നിട്ട് ഇറങ്ങിയിട്ട് എല്ലാവരെയും ഒന്ന് നോക്കുമ്പോൾ തല്ല് കിട്ടിയതായിട്ടൊക്കെ കാണുന്നുണ്ട്, പാടുകളൊക്കെ, ഷർട്ടൊക്കെ ചുളിഞ്ഞിരിക്കണ്, ഇവിടെ എന്തോ ഒക്കെ നടന്നിട്ടുണ്ട്. അതിലാകെ ക്ഷുഭിതനായി ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, ആരൊക്കെയോ. ആദ്യം തന്നെ പോയിട്ട് അബൂജഹലിന്റെ മുഖത്ത് നോക്കി ചെപ്പക്കുറ്റിയൊക്കെ, നമ്മൾ നാടൻ ഭാഷ പറയാ, ചെപ്പക്കുറ്റിയൊക്കെ എന്നിട്ട് കൊടുത്ത് അബൂജഹലിന്. അന്ന് അബൂജഹലൊക്കെ ആരാണ്, അത്രയും വലിയ ജാഹിലാണ്. ഓക്കെ. അപ്പൊ അവിടെ ഹംസ റളിയല്ലാഹു അൻഹു ഒന്നായിട്ട് കൊടുക്കാണ്. എന്നുവെച്ചാൽ അത് കൊടുക്കാനുള്ള തൻ്റെ ഇടവും കായിക കരുത്തും പിന്നെ പാരമ്പര്യവും അത്രയും കരുത്തും കുടുംബപരമായിട്ടും ഒക്കെ കരുത്തുണ്ട്. എന്നിട്ട് പറയാം, ആർക്കാണ് എൻ്റെ മുഹമ്മദിനെ തല്ലേണ്ടത്? ഞാനും അദ്ദേഹത്തിന്റെ മതത്തിലാ. ഞാനും മുസ്ലിമാണ്. ഇനി ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ ആരെങ്കിലും തൊടാൻ നിന്നാല് എന്നെ തല്ല് എന്ന് പറഞ്ഞിട്ട് നേരെ വാളും പിടിച്ച് അമ്പും വില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മാഷാ അല്ലാ. അതൊരു അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വലിയൊരു സഹായമാണ് ആ സന്ദർഭത്തിൽ വരുന്നത്. ഹംസ റളിയല്ലാഹു വന്നതോടുകൂടി നബിക്ക് പിന്നെ ആരും വേണ്ട, ശക്തിയായി, പവറാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നബിന്റെ അടുത്ത് എന്നിട്ട് ചേർത്ത് നിർത്തിയിട്ട് പറയാ, എൻ്റെ മോനാണ്, ഇനി ആരാ തൊടാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് നിർത്തി ഹംസ റളിയല്ലാഹു. പിന്നെ അങ്ങോട്ട് ഹംസ റളിയല്ലാഹു തന്നെയാണ് മൊത്തം പിന്നെ അങ്ങോട്ട് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളും യഥാർത്ഥത്തിൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ സന്ദർഭത്തിലും ഹംസ റളിയല്ലാഹുവിന് തൗഹീദ് ബോധ്യപ്പെട്ടിട്ടൊന്നുമല്ല. പറയട്ടെ, നഅൂദുബില്ല, കള്ളുകുടിയനായിരുന്നു, മദ്യപിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയും പിന്നീടാണ് ഖുർആനൊക്കെ വായിക്കുകയും പിന്നീട് ഇങ്ങനെ മെല്ലെ മാറ്റം ഉണ്ടാവുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ മരുഭൂമിയിലുള്ള വേട്ടയ്ക്ക് പോകുമ്പോൾ എനിക്കറിയാം
ഏതെങ്കിലും ഒരു കല്ലിൻ്റെയും മണ്ണിൻ്റെയും ഉള്ളിൽ അല്ലെങ്കിൽ ഒരു നമ്മളുണ്ടാക്കുന്ന പ്രതിമൻ്റെ ഉള്ളിൽ കുടിയിരുത്താൻ പറ്റുന്നതല്ല ദൈവം എന്ന് എനിക്കറിയാം. ദൈവം ഈ പ്രപഞ്ചം മുഴുവനും, കാരണം അത്രയും വിശാലമായി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ തൗഹീദിലേക്ക് പിന്നെ ഷിർക്ക് ചെയ്യുന്ന ആളെ കള്ളുകുടിക്കുക എന്നുള്ളത് ആ നാട്ടിലുള്ള മുഴുവൻ ജനതയും അങ്ങനെയുള്ള ജനതയായിരുന്നു അത്. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു ടോട്ടലി മാറാడు. പിന്നെ അങ്ങോട്ട് ഒരു സമ്പൂർണ്ണ മുഅ്മിനായിട്ട് പിന്നെയുള്ള അങ്ങോട്ടുള്ള ഇസ്ലാമിന്റെ മുന്നേറ്റത്തിൽ നിർണായക പങ്കാണ് ഹംസ റളിയല്ലാഹു. നോക്കൂ, ഹംസ റളിയല്ലാഹു മുമ്പിൽ, വലത്ത് ഹംസ, ഇടത്ത് ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ അങ്ങോട്ട് പിന്നെ ആർക്കും ഒരു മടിയില്ല. പിന്നെ പിന്നെ അങ്ങാടിയിലൊക്കെ ടൗണിലൊക്കെ, അതായത് മക്കയുടെ ടൗണിലൊക്കെ ഓരോരുത്തർ വന്ന് ഞാനും ഇന്ന് മുതൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഓരോരുത്തർ ഇങ്ങനെ പ്രഖ്യാപിക്കുക. കാരണം ഇനി പേടിക്കാനില്ല. ആകെ മക്കയിൽ പേടിക്കാനുണ്ടായിരുന്ന രണ്ടാളുകൾ എന്താണ് ഈ, അതായത് പേടിക്കാന്ന് പറഞ്ഞാൽ ഇവരുടെ അപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ നാട്ടിലെ ഏറ്റവും വലിയ റൗഡി സംഘം അവര് അവര് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണ്. അപ്പൊ അത്രയും ശക്തിയായി ഇസ്ലാമിന്. അപ്പോൾ പിന്നെ ഇനി നോക്കാനില്ല. ഈ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒക്കെ പോവുകയാണെങ്കിൽ അബൂ സുഫിയാനെ കുറച്ച് ബുദ്ധിയില്ല. ഈ അബൂ സുഫിയാനൊക്കെ ബിസിനസ്സാണ് ചിന്തിക്കുന്നത്. അവർക്കൊക്കെ സത്യം അറിയാം. അവർക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റി അറിയുകയും ഒരു പക്ഷേ ഈ പ്രായം ചെന്നിട്ടുള്ള അവിടുത്തെ കാരണവന്മാരായ ഖുറൈശി പ്രമാണിമാർക്കൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ചരിത്രവും ഇനിയിപ്പോൾ അഥവാ രണ്ട് മൂന്ന് കാര്യം അവർക്ക് അറിയാം. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് യോഗ്യനായ വ്യക്തി തന്നെയാണ്, വലിയ സംശയമൊന്നുമില്ല. അള്ളാഹു ഒരു പ്രവാചകനായി തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ മക്ക മുഴുവൻ ചർച്ച അത് മാത്രമാണ്. ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് രാത്രിയും പകലും, പണ്ടൊക്കെ രാത്രി വന്നിട്ട് ഖുറാനൊക്കെ വളരെ രഹസ്യമായിട്ട് വന്ന് പഠിച്ച് ഓതി പോവാണെങ്കിൽ ഇപ്പൊ പട്ടാ പകലും ഒന്ന് കാബന്റെ മുമ്പ് നിസ്കരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു കാബന്റെ മുമ്പ് നിന്ന് നിസ്കരിക്കാനൊക്കെ തുടങ്ങി. ഏഹ് അപ്പോൾ ഇതോടുകൂടി ഒരു ഒരു ഓക്സിജൻ, ഒരു ശ്വാസം അയക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ മക്കയിൽ വന്ന്. അപ്പം അണിയറയിൽ ശത്രുക്കൾ ഇസ്ലാമിനെ ഊതിക്കെടുത്താൻ വേണ്ടി അബൂലഹബ് നമ്മുടെ തബ്ബത്ത് യദാ അബീ ലഹബിൻ, ആ സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ മസദിൽ പറഞ്ഞില്ലേ, ആ പണികളൊക്കെ പാരലായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഇസ്ലാമിനെതിരെ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ, എത്രത്തോളം ഇസ്ലാമിനെ അടിക്കാൻ നോക്കുന്നു അത്രത്തോളം ഇസ്ലാം വളർന്നുകൊണ്ടിരുന്നു. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. ഏഹ് മിക്കവാറും നമ്മുടെ ദൈവങ്ങളുടെ കാപ്പീസ് പൂട്ടും. എല്ലാ പ്രതിഷ്ഠകളും ഇവിടുന്ന് ഒഴിവാക്കേണ്ടി വരും. മിക്കവാറും ഏഹ് ഇതിന്റെ ലീഡർഷിപ്പ് മുഹമ്മദിലേക്ക് പോവും. അതുകൊണ്ട് എല്ലാവിധ ശ്രമവും പരാജയപ്പെട്ടവൻ ഇവരെ ഒരു പ്രതിനിധി സംഘത്തെ അബൂതാലിബ് വഴി, അബൂതാലിബാണ് പോയിട്ട്, അബൂതാലിബ് എപ്പോഴും ഇവരെ കൂടെയാണ്. ആരെ, പ്രമാണിമാരുടെ സദസ്സിലും ഒക്കെ അബൂതാലിബ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജ്യേഷ്ഠന്മാർ പലരും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അബൂതാലിബിനെ സംബന്ധിച്ചിടത്തോളം മക്കയുടെ കാരണവനാണ്, ഖുറൈശികളുടെ നേതാവാണ്. അപ്പോൾ അബൂതാലിബിനെയാണ് ഇൻചാർജ്. കഅബയുടെയും സൂക്ഷിപ്പുകാരനും താക്കോല് സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ കഅബയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും അതിഥികളെ സ്വീകരിക്കലും വെള്ളം കൊടുക്കലും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വ്യാപൃതനാണ്. അപ്പോൾ അബൂ താലിബിന്റെ അടുക്കൽ, അപ്പോൾ പ്രായമായിട്ടുണ്ട് അബൂ താലിബിന്, അതിൻ്റെ അടുക്കലേക്ക് പ്രമാണികരൊക്കെ വന്ന് പറയാണ്, നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ മക്കയുടെ സ്ഥിതി. നമ്മളിങ്ങനെ രണ്ട് ഒരു അള്ളാഹുവിന് വേണ്ടി നമ്മുടെ സകല ദൈവങ്ങളൊക്കെ കൊണ്ടുപോയി ഒഴിവാക്കി കഴിഞ്ഞാൽ മക്കയിൽ പിന്നെ ആളുകൾ വരാതെ ആവുകയും നമ്മുടെ കച്ചവടമൊക്കെ നിന്ന് പോകും. അത് ബിസിനസ്സാണ് അതിൻ്റെ മെയിൻ കേട്ടോ. അവർക്ക് ഷിർക്കിനോടുള്ള, അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറബികൾ അവർക്കൊക്കെ അന്തസത്ത അറിയാം. അവർക്കൊക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫീലിന് നമ്മൾ പറയുമ്പോൾ അത് പറയാം, ഈ അറ്റാക്ക് ക്യാബ് ആക്രമിക്കാവുന്ന കഥയൊക്കെ അവർക്ക് അറിയാം. അവിടെ ഒരു തലമുറക്ക് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അതൊക്കെ. എന്നാലാവട്ടെ അവരുടെ ബിസിനസ്സിനെ പറ്റിയാണ്. അപ്പം അബൂ സുഫിയാൻ ചോദിക്കണം, മക്കയുടെ സ്ഥിതി എന്താകും, അതാണ് ചോദിക്കും. മക്ക ഇനി എന്ത് ചെയ്യും, ഇവിടേക്ക് ബിസിനസ് എങ്ങനെ നടക്കും എന്നുള്ളതാണ് വിഷയം. അതിനേക്കാളും വലിയൊരു അവസ്ഥയിലേക്ക് ഇന്നത്തെ സൗദി അറേബ്യയും മക്കയും മാറി എന്നുള്ളത് അബൂ സുഫിയാനൊക്കെ അറിയുന്ന ഒരു കാലം ഇൻഷാല്ലാ എപ്പോഴാ അറിയാന്ന് അറിയില്ല. പക്ഷെ അത് അവരുടെ കാലത്ത് തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തോടക്കുന്ന സമയത്ത് തന്നെ ആ അർത്ഥത്തിൽ മക്ക മാറുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സൗദി അറേബ്യയും ഈ ഒരു അവസ്ഥയിലെത്തുന്ന തൗഹീദിന്റെ വെളിച്ചത്തിലൂടെയാണ്. അപ്പോൾ അവരുടെ ആശങ്ക അതായിരുന്നു. അപ്പോൾ മാത്രമല്ല, പൂർവികരായിട്ടുള്ള ഈ പൂർവികതർക്ക്, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയാറില്ലേ, ഞങ്ങളെ വാപ്പമാരും കാരണവന്മാരൊക്കെ ഇങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ ആരാധിച്ചിരുന്നത്, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന ആ ഒരു ഡയലോഗാണ് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും അവരുടെ പൈതൃകവും പാരമ്പര്യമൊന്നും ഞങ്ങൾ വിടാൻ തയ്യാറല്ല എന്നൊരു പ്രഖ്യാപനമാണ് ഇവർ പ്രഖ്യാപിച്ചത്, ഏത് മക്കയിലെ മുശ്രിക്കുകൾ. അപ്പോൾ
എന്നാലോട്ടെ ഈ ന്യൂട്രലിൽ നിൽക്കുന്ന കുറെ ആളുകളിൽ പെട്ട സഹാബി വര്യന്മാർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നവരുണ്ട്. അവര് പോസിറ്റീവായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാം. അവര് പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കും അത്രത്തോളം ഇസ്ലാം വളരുകയാണ്. അയൽ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ മക്കയിൽ വന്ന് പണ്ട് നേരെ പ്രതിഷ്ഠയ്ക്ക് പോവുകയാണെങ്കിൽ ഇപ്പം മുഹമ്മദ് എവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അന്വേഷിച്ച് മുഹമ്മദ് നബിയുടെ സദസ്സിലേക്ക് ആളുകൾ വന്നു. കാരണം അവരെ തടയാൻ പറ്റൂലല്ലോ, അവർ അതിഥികളാണല്ലോ, നാട്ടുകാരെ തടയുന്ന പോലെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു MOU ഉണ്ടാക്കാം. ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിലെത്താം എന്ന് പറഞ്ഞ് അബൂ താലിബിനെയും കൂട്ടി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സംസാരിച്ചു. അപ്പോൾ അതിന് ചുട്ട മറുപടിയാണ് ഈ സൂറത്ത്. അപ്പോൾ ഈ സൂറത്തിലൂടെ അത് കൃത്യമായിട്ട് കുഫർ എന്താണ്, ദീൻ ഇസ്ലാം എന്താണ്, അള്ളാഹുവിനെ ആരാധിക്കുന്ന ആബിദീങ്ങളുടെ സ്വഭാവം എന്താ കൃത്യമായിട്ട് ഇതിൽ പറയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏഹ്, പിന്നെ അവരോട് പോയി പറഞ്ഞേക്കുക, വലത്തെ കയ്യിൽ സൂര്യനെയും ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും നിങ്ങൾ വെച്ച് തന്നാലും. ആ ഡയലോഗ് വരാൻ കാരണം എന്താ അറിയോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ട്. മക്കയുടെ രാജാവാക്കാൻ, രാജപദവി കഅബ നബിയുടെ ഏൽപ്പിച്ചുതരാം. കഅബ നോക്കി നടത്തിക്കോ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയും ഇതൊന്നും പറഞ്ഞു നടക്കാതെ കഅബ അവിടെ നോക്കി നടത്തിക്കോ. ഞങ്ങൾ മൊത്തം അധികാരം എടുത്തുതരാം. ഇനിയിപ്പോൾ നല്ല സ്ത്രീകളെ വേണേ നല്ല നല്ല ആളുകൾ കെട്ടിച്ചേരാൻ. ഇപ്പം ആ 40 വയസ്സുള്ള ഖദീജ, ഇപ്പം പലതും അസൂയ കൊണ്ട് നമ്മൾ പലതും പറയാറുണ്ട്. പല ആളുകൾ ഇസ്ലാമിൻ്റെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ നബിയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. അപ്പോൾ 40 വയസ്സുള്ള ഒരു പാവപ്പെട്ട ഒരു സമ്പന്നയായ ഖദീജ ബീവിയാണ് ഭാര്യയെങ്കിലും അതിനേക്കാൾ നല്ലൊരു കല്യാണമൊക്കെ കഴിപ്പിച്ചു തരാം. ഏഹ് അതാണ് വിഷയമെങ്കിൽ ഇനി പൈസ വേണേലും എത്ര പൈസ വേണേലും തരാമെന്ന് പറഞ്ഞു നോക്കൂ. കാശ് കൊടുത്ത് ഒതുക്കുക, അങ്ങനെയാണല്ലോ സമ്പത്തിന് മുമ്പിൽ നമുക്കത് അങ്ങ് തീർപ്പാക്കാം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ ഇവരെത്തി. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ അതിന് മറുപടി അവിടെ കൊടുത്തു, വലത്തെ കയ്യിൽ സൂര്യനെയും ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും. എന്ന് വെച്ചാൽ അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ലല്ലോ. സൂര്യനെ വലത്തെ കൈ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ചന്ദ്രനെ കൊണ്ടുവരാൻ നടക്കല്ല. ഇങ്ങനെ നിങ്ങൾ വെച്ച് തന്നാലും അള്ളാഹുവിൻ്റെ തൗഹീദ് വിടാൻ ഞാൻ തയ്യാറല്ല. അവരെയോട് പറഞ്ഞേക്കുക അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ ഇവിടെ കാഫിറൂൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ വ്യക്തമാണ്. ഇവിടെ വ്യക്തമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ പരസ്യ പ്രബോധനത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞല്ലോ, ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി മലയുടെ മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി നിൽക്കുകയും നാടിനെ മുഴുവനും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഞാൻ നബിയാണെന്ന് പറയുകയൊക്കെ ചെയ്ത് ഈ തൗഹീദ് ജനങ്ങളിൽ എത്തിച്ച ശേഷവും സത്യം അറിഞ്ഞിട്ട് പോലും കുഫിരിയത്തിൽ തുടരുന്ന ആളുകൾ, അവരാണ് ഈ കാഫിറുകൾ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ അവരൊക്കെ മുസ്ലിങ്ങളാണ് നാമം കൊണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ പേജിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, കുഫിരിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും മതത്തെയോ സംഘടനയോ ഒന്നും നമ്മൾ അതിൻ്റെ ആളുകളാണ് നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും. അതൊക്കെ നമ്മുടെ കൗമിൽ ഉള്ളിലുള്ള ആളുകളിൽ തന്നെ ഈ കുഫിരിയത്തിൻ്റെ ചിന്താഗതികളുണ്ട്. അപ്പോൾ അവരുടെ ജീവിതവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാതെ അവർ അള്ളാഹിനെ മാത്രം അംഗീകരിച്ച് ഞങ്ങളും നബിൻ്റെ ആളാന്ന് പറഞ്ഞ് ജീവിക്കുന്നവരല്ല മുസ്ലിങ്ങൾ, മുഅ്മിനീങ്ങൾ. ഓക്കെ, അവർ കാഫിറുകളായിട്ട് തുടരുകയാണ്. അവർക്കൊക്കെ അള്ളാഹുൽ, മക്കയിലുള്ള എല്ലാവർക്കും അള്ളാഹുൽ വിശ്വാസമുണ്ട്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അറബികൾക്ക് ഒന്നടങ്കം അള്ളാഹുവിനെ അപ്പോൾ പുതുതായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിനെ അവർക്ക് അറിയാം, അള്ളാഹുവിൻ്റെ ദൈവം എന്നൊക്കെ അറിയാം. ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്? അള്ളാഹു. ആരാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്? അള്ളാഹു. ആരാ ഭൂമിയെ സൃഷ്ടിച്ചത്? അള്ളാഹു. ആരാണ് ഭക്ഷണം തരുന്നത്? അള്ളാഹു. ആരാണ് മഴ വർഷിക്കുന്നത്? അള്ളാഹു. പിന്നെ ഇതാരാണ് ഈ കുത്തിരിക്കണതൊക്കെ? ഇത് ലാത്ത ഉസ്സ മനാത്ത. ഇതാണ് നമ്മൾ കാര്യങ്ങൾ തേടുക ഇവരോടാണ്. ഇവരെ വർക്കത്തുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ അള്ളാഹു തരുള്ളൂ എന്നൊരു വിശ്വാസം. അതന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്നും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ ഇപ്പോഴും ചെയ്യുന്ന പല വൃത്തികേടുകളും. സമുദായം ഇപ്പോൾ തന്നെ സമൂഹം പ്രതികരിച്ചു തുടങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ശക്തമായതുകൊണ്ട് തന്നെ സമൂഹം പ്രതികരിച്ചു തുടങ്ങി. പലതര ആത്മീയ തട്ടിപ്പുകളും ചൂഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആൾദൈവം ചമഞ്ഞിട്ടും അല്ലാതെയും ഒക്കെ. പിന്നെ അള്ളാഹിൻ്റെ അടുത്ത ആൾക്കാരായിട്ട് അവർ ജനങ്ങളെ പൈസ വിറ്റ് കാശാക്കുന്ന ആളുകൾ കാലത്തുണ്ട്, നാട്ടിലുണ്ട്, ഈ AI കാലഘട്ടത്തിലുണ്ട്, സത്യമാണ്. പക്ഷേ ആ കുഫിരിയത്ത് നിന്നൊക്കെ നമ്മൾ മാറണം. അപ്പോൾ അവരോട് പറയാം, അല്ലേ കാഫിറൂൻ, അല്ലേ നിങ്ങൾ കാഫിർ, അല്ലയോ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ എന്തൊക്കെയാണോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഞാൻ ആരാധിക്കൂല. തുറന്നട് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഇപ്പം കറണ്ട് ഇപ്പോൾ നിങ്ങൾ ലാത്ത ഉസ്സ മനാത്ത അവിടെയുള്ള 360ഓളം വിഗ്രഹങ്ങളും അതിൻ്റേതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ ഉണ്ടോ? ഞാൻ അതിൻ്റെ ആളല്ല. അപ്പോൾ അവരൊരു എഗ്രിമെൻ്റ് വെച്ച്, ഇപ്പം ഈ ആയത്ത് പറഞ്ഞപ്പോൾ അല്ല, അതിൻ്റെ മുമ്പ് തന്നെ അവർ എഗ്രിമെൻ്റ് വെച്ചത്, പിന്നെ കുറേ മീറ്റിംഗ് ഉണ്ട്, ഒരൊറ്റ മീറ്റിംഗ് അല്ല. അടുത്ത മീറ്റിങ്ങിൽ ഓല് വെച്ചത് 1 ഇയർ അള്ളാഹു,
എന്ത് രസം അല്ലേ? എന്ത് നല്ല നിബന്ധനകൾ. ഒരു വർഷം അള്ളാഹു, അടുത്ത വർഷം നമ്മുടെ ദൈവങ്ങളെ ആരാധിക്കണം. നമ്മുടെ ദൈവങ്ങൾ നിങ്ങൾ ഒഴിവാക്കരുത്. നമുക്കൊരു സൈഡായിട്ട് ഇതൊരു ബിസിനസ് കൊണ്ടുപോകാം. അവർക്ക് അത്രയും ബോധ്യപ്പെട്ടു ഇത് അടുത്ത് തന്നെ മക്ക വിഴുങ്ങും, മക്ക മാത്രമല്ല മദീനയും മൊത്തം ഇസ്ലാമിലേക്ക് വരും എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം അതിൻ്റെ വളർച്ച നോക്കി അവരൊക്കെ പിന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയാ ഒരു വർഷം നമ്മൾ, അടുത്ത വർഷങ്ങൾ. അപ്പൊ അതിന്റെ മറുപടി അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. ലാബുദു ഇതിൽ പറഞ്ഞു, ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നതിനല്ല. നിങ്ങൾ എന്തൊക്കെയാണോ താഴ്ബുദവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത്. വല അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നത്, അതായത് അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂല. ഏ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് വേറെയാണ്, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല. അതാണ് ഇപ്പോഴുള്ള സത്യം, അതല്ലേ? അല്ലെ? ഇപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം എന്താണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതാണ് ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത്. ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരും ആരാധിക്കുന്നില്ല, അതായത് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനൊന്നും ഞാൻ ആരാധിക്കുന്നില്ല. അതാണ് ആദ്യം പറയുന്നത്. നിങ്ങൾ ആരാധിക്കുന്നതൊന്നുമല്ല, ഞാൻ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എന്ന് രണ്ടാമത്തെ ആയത്തിൽ. മൂന്നാമത്തെ ആയത് പറയുക ചും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. ഇപ്പോൾ ഉള്ള സത്യമാണ് പറയുന്നത്, കറണ്ട്. ഓക്കെ, അപ്പം അതാണ് മക്കയിലുള്ളത്. ഇനി അടുത്ത ആയത്തിൽ പറയാണ്, വല അന ആബിദുമ്മ അബത്തും, നിങ്ങൾ പണ്ട് ആരാധിച്ചിരുന്ന പിന്നെ കുറെ ദൈവങ്ങളുണ്ട്. ഈ ഈ മക്ക കാലഘട്ടത്തിൽ അതിന് മുമ്പൊക്കെ കുറെ ദൈവങ്ങൾ ആരാധിച്ചിരുന്നു. അതോടൊപ്പം അവരുടെ പല ആ, ദൈവങ്ങളുണ്ട്, ഭൂവൽദേവനടക്കം, അല്ലെങ്കിൽ ലാത്ത സമനാത്ത, അതുപോലെ ഇവര് ഒഴിവാക്കിയ ദൈവങ്ങളുണ്ട്. മുമ്പ് പൂർവ്വ പിതാക്കന്മാരൊക്കെ ആരാധിച്ച് ഒഴിവാക്കിയ ദൈവങ്ങളുണ്ട്. പുതിയ പുതിയ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരാധിച്ച് കഴിഞ്ഞ കുറെ ദൈവങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു കൊല്ലം നിങ്ങൾ, ഒരു കൊല്ലം ഞങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ അതിനൊന്നും ഞാൻ ആരാധിക്കാൻ പോണില്ല, ഞാൻ ആരാധിക്കൂല. ഏഹ് പിന്നെ വല അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങളാവട്ടെ അതൊന്നും വിട്ടിട്ട് ഞാൻ ആരാധിക്കുന്നതിലേക്ക് നിങ്ങൾ വരൂല്ല, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ വരൂല. ഇത് രണ്ടും പിന്നെ പിന്നെ എന്താ, വെള്ളവും പാലും വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ രാവും പകലും പോലെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തീർന്നിട്ടില്ല. കൺക്ലൂഷൻ, ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളെ ദീൻ, വലിയ ദീൻ എനിക്ക് എൻ്റെ ദീൻ. ഇത് രണ്ടും ഒരിക്കലും, കുഫ്റും ഇസ്ലാമും കുഫ്റും എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ യോജിക്കില്ല. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. നിങ്ങൾ ആരാധിക്കുന്നത് സൃഷ്ടിയെയാണ്, നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കി നിങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ ആണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥ അള്ളാഹുവിനെ നിങ്ങൾക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബിൽ ഒരാളുടെ സംസാരം ശ്രദ്ധിച്ചു. ഒരു ഇംഗ്ലീഷാണ്, അവർ തമ്മിലുള്ള ഡിസ്കഷൻ. ഒരാൾ ഐഡൽസിന്, അതായത് ഈ ബിംബങ്ങളെ ആരാധിക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഇയാളെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നിങ്ങളൊരു ഫോട്ടോ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരു ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഇയാൾ ആ ഫോട്ടോ കാണിക്കുന്നതിൻ്റെ മുമ്പ് ഈ വീഡിയോയിൽ കാണിച്ചു. ഓക്കെ, വേറെ ആളുടെ ഫോട്ടോ ആണ് കാണിച്ചത്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോവാണ്, നിങ്ങൾക്ക് കാണിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾക്ക് കാണിച്ചു കൊടുത്തു. അയാൾ പറഞ്ഞു എൻ്റെ ഫോട്ടോ അല്ല. അത് നിങ്ങളുടെ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഫോട്ടോ വേറെ ആളുടെ ഫോട്ടോ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അസ്തിത്വം ഉണ്ടായിരിക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ പിന്നെ കുറ്റിയും കായും പൂവും അല്ലെ ചെടികളും അല്ലെ മരങ്ങളും അല്ലെ ഏതെങ്കിലും ബിംബങ്ങളും രൂപങ്ങളും ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ പോയിട്ട് ആരാധനകൾ, അതും അള്ളാഹുവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത അള്ളാഹുവിന് അനിഷ്ടകരമായ രീതിയിലുള്ള ആരാധനാനുഷ്ഠാനങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് എത്രത്തോളം വെറുപ്പുണ്ടാവും ചോദിക്കുകയാണ് അയാൾ. സത്യമാണ്. അപ്പം അതുകൊണ്ട് കുഫിരിയത്തുമായിട്ട് നമുക്ക് യാതൊരു അർത്ഥത്തിലും രാജിയാവുക സാധ്യമല്ല. കുഫിരിയത്ത് പറഞ്ഞാൽ ദൈവനിഷേധം, യഥാർത്ഥ ദൈവത്തെ നിഷേധിക്കുകയും, ഇതാണ് അതിൻ്റെ ഈ സൂറത്തിൻ്റെ അടിസ്ഥാനം. യഥാർത്ഥ ദൈവത്തെ നിഷേധിക്കുകയും
എന്നിട്ട് ഫേക്ക് ആയിട്ടുള്ള ദൈവങ്ങളെ, ക്രിയേഷൻസിനെ ആരാധിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് സഹതാപമേ ഉള്ളൂ. ഞാനൊരിക്കലും നിങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കാൻ പോകുന്നില്ല, നിങ്ങൾ എൻ്റെ ദൈവത്തെയും ആരാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ജീവിച്ചോളൂ. ഞാനൊരിക്കലും നിങ്ങളുടേതുമായിട്ട് ഒരു സാമ്യതപ്പെടാനോ പൊരുത്തപ്പെടാനോ സാധിക്കുകയില്ല. നിങ്ങൾ കുഫാറുകളാണ്, കാഫിറുകളാണ്, സത്യനിഷേധികളാണ്. നിങ്ങൾ സത്യദൈവത്തെ നിങ്ങൾ തള്ളിപ്പറയുകയും ഫേക്ക് ആയിട്ടുള്ള നിങ്ങൾ തന്നെ കൈകൊണ്ട് പടച്ചുണ്ടാക്കിയ നിങ്ങളുടെ ബിംബങ്ങളുടെ പിന്നാലെ നിങ്ങൾ തന്നെ പൂർവ്വസൂരികളായ നല്ല മനുഷ്യന്മാരുടെ ഖബറിടങ്ങളെയും അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അവരോട് ആരാധന, അവരുടെ പിന്നെ അനുഷ്ഠാനങ്ങളും ആരാധനകളും നടത്തുന്ന നിങ്ങളുടെ സംവിധാനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. ലിക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, നിങ്ങളെ ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദീൻ എന്ന് പറഞ്ഞ വാക്കിന് കംപ്ലീറ്റ് അർത്ഥം ഒരാളുടെ ലൈഫ് സ്റ്റൈലിന് മൊത്തം അതിൽ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത് ഞങ്ങൾ ആ തോന്നിയ പോലെ നിങ്ങൾ ജീവിച്ചോളൂ, എനിക്ക് എൻ്റെ ദീൻ ഓക്കെ എന്ന് ക്ലിയർ ആയിട്ട് അറുത്ത് മുറിച്ച് കൃത്യമായിട്ട് ഈ സൂറത്തിൽ അള്ളാഹിൻ്റെ റസൂൽ കാഫറുകളോട് പറയുമ്പോൾ അത് ആ കാലത്തെ അഡ്ജസ്റ്റ്മെൻറ്റിന് വന്ന മക്കയിലെ ഖുറൈശി പ്രമാണിമാരോട് പറഞ്ഞത് അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇക്കാലത്ത് ദീനിൽ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. തോന്നിയതുപോലെ ചെയ്യുന്ന എത്രയോ ശിർക്ക് ബിദഅത്തുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പലരും ആൾദൈവങ്ങളായി ചമയുന്നുണ്ട്. സാധുക്കളായ സ്ത്രീകളെ വഴിതെറ്റിക്കുന്നുണ്ട്. സാധുക്കളായ സ്ത്രീകൾ പറഞ്ഞാൽ സ്ത്രീകളാണ് ഇതിലൊക്കെ വഴിതെറ്റുക. പെണ്ണുങ്ങൾക്കൊരു ലോല മനസ്ഥിതിയുണ്ട്, അത് ചൂഷണം ചെയ്യുന്ന ഉസ്താദുമാർ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ആക്ഷേപിക്കുകയല്ല, ഇൽമു പഠിപ്പിക്കുകയും ദീനിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആകേണ്ട ഉസ്താദുമാർ അവരുടെ സാമ്പത്തിക ലാഭങ്ങൾക്കും വ്യക്തിപരമായ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് ദീനിനെ കച്ചവട ചരക്കാക്കി മാറ്റുന്ന ആത്മീയ വാണിഭ കേന്ദ്രങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ അതിനൊക്കെതിരെ അതിശക്തമായി ഇസ്ലാമിൻ്റെ തൗഹീദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ഞാൻ പറയുന്നു എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഖുർആൻ മനസ്സിലാക്കിയാൽ, ഖുർആൻ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയാൽ ഒരു തരത്തിലുള്ള ശിർക്ക് ബിദഅത്തുകളിലേക്കും നിങ്ങൾക്ക് രാജിയാവാൻ സാധിക്കൂല എന്നുള്ളതാണ്. അവരോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. നമുക്ക് തൗഹീദ് ഉൾക്കൊണ്ട് അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ആ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസിനികൾ ഈ കാഫിറൂൻ പഠിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് വരുന്ന ആളുകളോടും പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീൻ ഉൾക്കൊള്ളാനും കുഫ്രിയത്തിൻ്റെ മനസ്സെന്ന് മാറി, നമ്മൾ കുഫർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മറ്റ് മതസ്ഥരെയോ മറ്റാളുകളെ നമ്മൾ വിചാരിക്കും, നമ്മുടെ മനസ്സിലുള്ള ഈ നിഷേധാത്മക അള്ളാഹുവിനെ. അപ്പോൾ ഈ കുഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹിൻ്റെ ദീന് പഠിപ്പിച്ച ഒരു കാര്യത്തെ നമ്മൾ മാറ്റുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ കുഫ്ര ചെയ്യണത്. ദീനിൻ്റെ ഇത് ദീനാണ്. അതായത് ദീൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം അങ്ങനെ ആവണം. ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ കുഫർ ചെയ്തു. ഒരു ഉദാഹരണമായിട്ട് ഇപ്പം എന്താ പറയുക, പലിശ എടുക്കുന്നത്. പലിശ ഇപ്പം ഇത്രയും വലിയ തെറ്റാന്ന് പറയാം. ഉദാഹരണമായി പലിശ പറയാണ്. അപ്പോൾ നമ്മൾ ആ പലിശ എടുക്കാൻ വേണ്ടി പിന്നെ നമ്മൾ അതിനെ കുറേ ന്യായീകരിക്കുകയാണ് ചെയ്യാം. എനിക്ക് വീടില്ലല്ലോ, ഞാൻ ഇപ്പോൾ ഇത്ര കാലം പണിയെടുത്താലേ വീടുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർ ഇപ്പോൾ അത്യാവശ്യമാണ്, ബാങ്ക് ലോൺ എടുക്കാൻ എനിക്ക് കാർ ഉണ്ടാവില്ലല്ലോ, ഞാനിക്ക് എന്താ കിട്ടുക, പിന്നെ ഒരു ഇസ്ലാമിക രാജ്യമില്ലല്ലോ, ഇവിടെ അതിനുള്ള സംവിധാനങ്ങളില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ന്യായീകരിച്ചിട്ട് നമ്മളത് എടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ആ വിഷയത്തിൽ നമ്മൾ കുഫറാണ് നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ കാഫിറായി. അപ്പോൾ കാഫിർ കാരണം കംപ്ലീറ്റ് കാഫിറായി എന്നല്ല, ആ വിഷയത്തിൽ കാഫിറായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലെയും അതിനാണ് ദീൻ എന്ന് പറയുക. ലക്കും ദീനിക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ ദീന്, എനിക്ക് എൻ്റെ ദീന്. നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിച്ചോളൂ. നിങ്ങളാ കണ്ട പിന്നെ ബിംബങ്ങളെയും അതൊക്കെ പ്രതിഷ്ഠകളെയൊക്കെ ആരാധിച്ച് അങ്ങനെ ജീവിച്ചോളൂ. ഫേക്ക് ആയിട്ടുള്ള ദൈവങ്ങൾ അവരങ്ങൾക്ക് പിന്നെ എല്ലാം തരും, ഐശ്വര്യങ്ങളൊക്കെ തരും എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ. യഥാർത്ഥ ദൈവത്തെ വിളിച്ച് യഥാർത്ഥ ദൈവത്തിൻ്റെ മുമ്പിൽ, അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അത് ക്ലിയറായിട്ട് ഈ സൂറത്തിൽ പറഞ്ഞ് അവസാനിക്കുന്നു. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.